ഹായ്, ലക്ഷ്യ ട്യൂഷൻസിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ ബയോളജി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജനറ്റിക്സ് ഓഫ് ലൈഫ്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇതൊക്കെയാണ്: സ്ട്രക്ചർ ഓഫ് DNA, ക്രോമസോംസ്, ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്, ക്രോസിംഗ് ഓവർ മ്യൂട്ടേഷൻ. ഇത്രയും ടോപ്പിക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിനും ഈ ചാപ്റ്റർ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്ന 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ പഠിക്കുമ്പോഴത്തേക്കിനും ക്രോമസോംസും ജീനും ന്യൂക്ലിയസും സെല്ലും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വരും. ന്യൂക്ലിയസിനകത്ത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നൊക്കെ നമുക്ക് അറിയാം. എന്താണ് ക്രോമസോം, DNA എന്താണ്, എവിടെയാണ് കാണുന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ്, അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണ്, DNA എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു ഈ സെല്ലിനകത്ത് എന്നൊക്കെ ഉള്ള കാര്യമാണ് നമ്മൾ ഇനിഷ്യലി പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കൊടുത്തേക്കുന്നത് ഒരു നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി 2020, അതായത് 2020 കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഇനിഷ്യലി തന്നെ കൊടുത്തേക്കുന്നത്. അവർ രണ്ടുപേര് ഇവരൊക്കെയാണ്: ഇമാനുവൽ ചാർപ്പന്റൈൻ ആൻഡ് ജെനിഫർ ഡൗണ എന്ന് പറയുന്ന രണ്ടുപേരാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ക്ലാസ് 10ന്റെ ബയോളജി ടെക്സ്റ്റില് ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് പോർഷനില് കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയ രണ്ട് ആൾക്കാരെ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഏതൊരു സയൻസ് സബ്ജക്റ്റ് ആയാലും ഇന്റർ കണക്റ്റഡ് ആണ് അവരെല്ലാവരും. അപ്പൊ ഇവർക്ക് കെമിസ്ട്രിയിൽ നൊബേൽ പ്രൈസ് കിട്ടിയെങ്കിലും അവർ കണ്ടുപിടിച്ച ടെക്നിക്ക്, ജീൻ എഡിറ്റിംഗ് ടെക്നിക്കിനാണ് കെമിസ്ട്രിയിൽ അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് 2020. അവർ കണ്ടുപിടിച്ച ടെക്നിക്ക് CRISPR-Cas9 എന്നുള്ള ടെക്നിക്കാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ CRISPR-Cas9 എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നിക്കിനാണ് കെമിസ്ട്രിയിൽ ഇവർക്ക് നൊബേൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ടത് സയൻസ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇന്റർ കണക്റ്റഡ് ആണ്. കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും. ഫിസിക്സ് നമ്മൾ എക്സ്ട്രാ ഡിഫ്രാക്ഷൻ പോലത്തെ ഒരുപാട് ടെക്നിക്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയോളജിയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഇന്റർ കണക്റ്റഡ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ആ രണ്ട് സയന്റിസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെട്ട് തരുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? ഇനി നമ്മൾ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അപ്പോഴത്തെ ഒരു കുട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്: can't even see genes, then how can it be edited? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? CRISPR-Cas9 എന്നൊരു ജീൻ എഡിറ്റിംഗ് ടെക്നിക്കിന് രണ്ടുപേർക്ക് നൊബേൽ പ്രൈസ് കിട്ടി. അപ്പൊ ഈ കുട്ടി ചിന്തിക്കുന്നത് കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അതായത് കണ്ണിൽ കാണാൻ പറ്റാതെ ഇരിക്കുന്ന ജീനിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് എന്ത് ചെയ്യുക, കോർത്തിണക്കി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മനുഷ്യന്റെ DNA-ക്ക് അകത്തിരിക്കുന്ന ജീനിനെ എഡിറ്റ് ചെയ്തതിനാണ്, CRISPR-Cas9 ടെക്നോളജി ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതിനാണ്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ആ ടെക്നോളജി കണ്ടുപിടിച്ചതിനാണ് അവർക്ക് രണ്ടുപേർക്കും നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ ന്യായമായിട്ടുള്ളൊരു ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പറ്റുമല്ലോ. പറ്റുന്നതുകൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. സോ നോക്കിക്കേ, യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. Scientists use advanced technologies such as powerful microscope and DNA sequencing techniques to study genes. അപ്പോൾ നമ്മൾ ജീൻസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ജീൻസ് എവിടെയാണ് ഇരിക്കുന്നത്, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത സയന്റിസ്റ്റ് ആരൊക്കെയാണെന്നുള്ള കാര്യത്തിലൂടെയാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങളപ്പോഴത്തെ ഒരു കുട്ടി ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് DNA എന്താണെന്ന് നോക്കാം. DNA-യുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് കേട്ടോ. DNA-യുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ പേര്. DNA-യുടെ ഫുൾ ഫോം ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ക്ലിയർ ആണ്? ഇനി അത് എവിടെയാ കാണുന്നത്? നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം. നമ്മുടെ ബോഡി ഹ്യൂമൻ ബോഡി ഈസ് മേഡപ്പ് ഓഫ് സെൽസ് ആണ് അല്ലെ? സെൽസിനകത്ത് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സെന്റർ ആരാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്താണ് എന്ത് കാണുന്നത്? DNA കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. നിങ്ങൾ കേട്ടിട്ടുള്ളത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ക്രൊമാറ്റിൻ റെറ്റിക്കുലം. അതുപോലെ നിങ്ങൾ വേറൊരു കാര്യവും കേട്ടിട്ടുണ്ടായിരിക്കും, ക്രോമസോം. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ക്രോമസോം ആണ്. നോക്കിക്കേ, സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത്, ക്രോമസോമിനകത്താണ് DNA ഇരിക്കുന്നതാണ് കൊടുത്തേക്കുന്നത്. സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത്, ക്രോമസോമിനകത്ത് DNA. അപ്പോ എന്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം, എന്താണ് ക്രോമസോം എന്ന് വെച്ചാൽ ഇത് രണ്ടും DNA തന്നെയാണ്. നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ ജീൻസ്, നമ്മുടെ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഇരിക്കുന്ന DNA തന്നെയാണ് ഇത് രണ്ടും. പക്ഷേ
സെൽ ഡിവിഷൻ ഇല്ലാത്ത സമയത്ത് നോർമലി ഒരു ഗ്രോത്ത് ഫേസിലോ നമ്മുടെ ഒരു സെല്ല് ഗ്രോത്ത് ഫേസിൽ ഇരിക്കുന്ന സമയത്ത് ഇവരെന്തായിട്ടാണ് ഒരു നെറ്റ് പോലെ എന്താണ് നെറ്റ്വർക്ക് പോലെ കുരുങ്ങി കിടക്കുവാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോലെയാണ് കാണപ്പെടുന്നത്. സോ ദേ ആർ നോൺ ആസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മുടെ സെല്ല് ഡിവൈഡ് ചെയ്യാറുണ്ട്. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന നേരത്ത് ഇവരെ രണ്ടാക്കണം. അതായത് ഈ ഒരു സെല്ലിന്റെ കണ്ടന്റ് എല്ലാം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. സെൽ ഡിവിഷൻ എന്ന് പറയും. ആ സെൽ ഡിവിഷൻ സമയത്ത് ഇതിന്റെ അകത്തുള്ള എല്ലാ കണ്ടന്റും രണ്ടാവണം. മനസ്സിലാവുന്നു? അപ്പൊ ന്യൂക്ലിയസിനകത്തുള്ള കണ്ടന്റും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അന്നേരം ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം നെറ്റ്വർക്ക് പോലെ കിടക്കുവാണെങ്കിൽ ഡിവിഷൻ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യാം, ഡാമേജിനൊക്കെ ഉള്ള കാരണമാകാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അന്നേരം ആ ഒരു ഡിവിഷൻ സമയത്ത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിനെ നല്ലോണം കോമ്പാക്ട് ചെയ്ത് നല്ലോണം ഫോൾഡ് ചെയ്ത് ക്രോമോസോമായിട്ട് അടുക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ രണ്ട് ഡിഫറെന്റ് സമയത്ത് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ക്രോമോസോം എന്താണെന്ന് മനസ്സിലായോ? സെൽ ഡിവിഷൻ, അതായത് സാധാരണ ഗ്രോത്ത് ഫേസ് സമയത്ത് സെല്ല് ഗ്രോ ചെയ്യുന്ന സമയത്ത് റെറ്റിക്കുലം, ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ടാണ് DNA കാണുക. അതേ മറിച്ച് സെൽ ഡിവിഷൻ സമയത്ത് ഇവരെ നല്ലോണം ഫോൾഡ് ചെയ്ത് എന്തായിട്ട് വെച്ചേക്കുന്നു, ക്രോമസോമായിട്ട് വെച്ചേക്കുന്നു. മനസ്സിലാവുന്നു? അപ്പോൾ ഇതിനകത്ത് രണ്ടും കാണുന്നത് എന്ത് തന്നെയാണ്? DNA തന്നെയാണ്. അപ്പൊ DNAയുടെ പൊസിഷൻ ഇപ്പൊ മനസ്സിലായി. നമ്മളിപ്പോ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, കാണാൻ പറ്റാത്ത ജീനിനകത്തുള്ള ജീനിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംശയം കുട്ടി ചോദിച്ചു. അതിന് വേണ്ടിയാണ് പറ്റും, ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്, അതിനകത്താണ് എന്തിരിക്കുന്നത്? DNA ഇരിക്കുന്നത്. DNAയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ക്ലിയർ ആണ്? ഇനി ഈ സ്ട്രക്ചർ ഓഫ് DNA അറിയാമോ? എന്ത് സ്ട്രക്ചറിലാണ് DNA നമ്മുടെ ബോഡിക്കകത്ത് ഇരിക്കുന്നതെന്ന് അറിയാമോ? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഇത് എങ്ങനെ മനസ്സിലായി? സയന്റിസ്റ്റിന്റെ ഡിസ്കവറി തന്നെയാണ്. സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ അതിന് പിന്നിലെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. Historical background of DNA, structure of DNA. Okay. In 1962, the Nobel Prize in Medicine was awarded to James Watson, Francis Crick and Maurice Wilkins. Structure of DNA കണ്ടുപിടിച്ചതിന് 3 പേർക്ക് നൊബേൽ പ്രൈസ് 1962 കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് അവര്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മോറിസ് വിൽക്കിൻസ്. നമ്മൾ DNAയുടെ സ്ട്രക്ചർ വെച്ചാൽ ആരും ചോദിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ പറയാറുണ്ട്, വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയാറുണ്ട്. അവർ മാത്രമല്ല, അപ്പൊ ഞാൻ ഇവിടെ ഒരാളെ കൊടുത്തിട്ടുണ്ട്. ആരാണ്? റൊസാലിൻ ഫ്രാങ്ക്ലിൻ. അപ്പൊ അവർക്ക് നൊബേൽ പ്രൈസ് ഇല്ല, പിന്നെ എന്തിനാ അവരെ ഞാൻ കൊടുത്തത്? മറക്കരുത്, റൊസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 എന്ന് പറയുന്ന DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഉപയോഗിച്ചാണ് ഫ്രാൻസിസും ക്രിക്കിനും ഈ ഒരു ഇമേജിലേക്ക് എത്താൻ, ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്താൻ സാധിച്ചത്. മനസ്സിലാവുന്നു? അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് സ്റ്റഡീസ് നടത്തിയത് റൊസാലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും ആണ്. അതിൽ റൊസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 എന്നൊരു ഇമേജ് ഉണ്ട്, ഇനി വരുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ആ ഫോട്ടോ 51 എന്ന് പറയുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ, അതായത് എക്സ്റേ കടത്തിവിട്ട് DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുവഴി കണ്ടുപിടിച്ച എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി കണ്ടുപിടിച്ച ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിന്നുമാണ് ഇവർക്ക് രണ്ടുപേർക്കും, വാട്സണും ക്രിക്കിനും, ഡബിൾ ഹെലിക്കൽ മോഡലാണ് അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് DNAക്ക് ഉള്ളതെന്ന് എന്നുള്ള കൺക്ലൂഷനിൽ എത്താൻ സാധിച്ചത്. അതുകൊണ്ട് അവരെ മറക്കാൻ പറ്റില്ല. പക്ഷേ 37-ാം വയസ്സിൽ റൊസാലിൻ ഫ്രാങ്ക്ലിൻ മരിക്കുകയാണ്. അപ്പോൾ 62 നൊബേൽ പ്രൈസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് റൊസാലിൻ ഫ്രാങ്ക്ലിൻ ഇല്ല. അതുകൊണ്ട് റൊസാലിൻ ഫ്രാങ്ക്ലിൻ എന്ത് കിട്ടിയിട്ടില്ല? നൊബേൽ കിട്ടിയിട്ടില്ല. പക്ഷെ മറക്കരുത്, റൊസാലിൻ ഫ്രാങ്ക്ലിന്റെ ഫോട്ടോ 51 കോൺട്രിബ്യൂഷൻസ് മറക്കരുത്. ഫോട്ടോ 51 ഇമേജും എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി കണ്ടുപിടിച്ച ആ ഇമേജ് മറക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് DNA നോക്കാം. In 1953, James Watson and Francis Crick proposed the double helical model of DNA. അപ്പോൾ who proposed double helical model of DNA എന്ന് ചോദിച്ചാൽ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ് 1953 ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. So their model was based on X-ray diffraction studies. These studies were carried out by Rosalind Franklin. ഇത് ആദ്യം ഈ സ്റ്റഡീസ് നടത്തുന്ന റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ് ആൻഡ് മോറിസ് വിൽക്കിൻസ്. ഇത് രണ്ടുകൂടെ ചേർന്നാണ് ആദ്യം ഇനിഷ്യലി ഇതിന്റെ സ്റ്റഡീസ് നടത്തുന്നത്. The most important evidence came from ഫോട്ടോ 51. ഫോട്ടോ 51 എന്ന് പറയുന്ന റൊസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത് ഒരു എക്സ്ട്രാ ഡിഫ്രാക്ഷൻ ഇമേജ് ഉണ്ട് DNAയുടെ. അപ്പൊ അതിൽ നിന്നുമാണ് ഇതിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയത്. സോ ദിസ് ഹെൽപ് ദ സയന്റിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. ഇതാണ് എന്തിലേക്ക് അവരിലേക്ക് എത്തിച്ചത്, അവരെ ഈ DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ എത്തിച്ചത് റൊസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 ഇമേജിൽ നിന്നാണെന്നുള്ളതാണ് കേട്ടോ. മറക്കരുത്, ഈ 4 പേര് ഏതൊക്കെയാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് ആൻഡ് റൊസാലിൻ ഫ്രാങ്ക്ലിൻ. റൊസാലിൻ ഫ്രാങ്ക്ലിന്റെ ഫോട്ടോ 51 എക്സ്ട്രാ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA ആണ് ഫോട്ടോ 51. മറക്കരുത് കേട്ടോ. ശരി, ഇതാണ് ഫോട്ടോ 51. ഈ ഒരു ഇമേജ് ആണ് എന്ന് വിളിക്കുന്നത് ഫോട്ടോ 51 എന്ന് വിളിക്കുന്നത്. റൊസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 ആണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ഇനി എന്താണ് DNA? അപ്പോ DNA എന്താണ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ നോക്കിക്കേ, ഒരു DNA
ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, ട്വിസ്റ്റഡ് ആണ് കേട്ടോ. അതാ നോക്കിക്കേ, ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടെക്സ്റ്റ് ബുക്കിലും ഇമേജസിലൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ട്വിസ്റ്റഡ് സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് സ്ട്രക്ചർ, ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് സ്ട്രക്ചർ, ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇമേജ് എന്തെങ്കിലും അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ച് ചെയ്യാറുണ്ട്. ഇതാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. സോ ഇത് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാമല്ലോ. ഈ ഒരു ട്വിസ്റ്റ് മാറ്റി നമ്മൾ നേരെ വരയ്ക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുവോളാം, ഇങ്ങനെ ഇരിക്കും. ഈ രണ്ടൊരു ലാഡർ പോലെ ഇരിക്കും, ലാഡറിന്റെ രണ്ട് കമ്പികളില്ലേ, ആ ഒരു റോഡ് പോലെ ഇരിക്കും. ഇനി ഇതിന്റെ നടുക്ക് എന്തുണ്ട്? ഏണി പോലെ തന്നെയാണ്, എന്തുണ്ട്? സ്റ്റെപ്സ് ഉണ്ട്, ഈ സ്റ്റെപ്സ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് DNA. ഇതിന് എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്? ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മനസ്സിലാവുന്നു? സോ ഇത് സ്ട്രെയിറ്റ് സ്ട്രക്ചർ, ഇത് ട്വിസ്റ്റഡ് സ്ട്രക്ചർ. ഇനി ഇങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ അകത്ത് ഈ ഇഴകളിൽ എന്തൊക്കെയാണ്, ഈ ഒരു ബാക്ക് ബോൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പഠിക്കണം. നമുക്ക് നോക്കാം. അതുപോലെ ഈ സ്ട്രാൻഡ്, ഈ സ്റ്റെപ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കെമിസ്ട്രി ആണ് കേട്ടോ. കുറച്ച് കെമിസ്ട്രി, അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുമ്പോഴത്തേനും കുറച്ചൊരു അതിന്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ ബോണ്ട് എന്നൊക്കെ ഉള്ള, നൈട്രജൻ ബേസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിക്കേ, നമ്മുടെ DNA ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ രണ്ട് സ്ട്രാൻഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു. രണ്ട് സ്ട്രാൻഡ് ഉണ്ട്, DNAക്ക് രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. ഈ രണ്ട് സ്ട്രാൻഡിന്റെ ഒരു സ്ട്രാൻഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ന്യൂക്ലിയോടൈഡ് കണ്ടോ, ഇതുപോലുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ് അടുക്കി വെച്ചേക്കുക. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പെൻറ്റോസ് ഷുഗർ, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. അതുപോലെ ഇവിടെ നോക്കിക്കേ, അടുത്തൊരു പെൻറ്റോസ് ഷുഗർ ഉണ്ടാവും, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. അതുപോലെ നോക്കിക്കേ, ഒരു പെൻറ്റോസ് ഷുഗർ കാണും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും, ഒരു നൈട്രജൻ ബേസ് കാണും. മനസ്സിലാവുന്നു? ഇനി ഇവർ എന്ത് ചെയ്തേക്കുവാണ്? കണക്ട് ചെയ്തേക്കുവാണ്. മനസ്സിലാവുന്നു? ഇവരിങ്ങനെ കണക്ട് ചെയ്തേക്കുവാണ്. അപ്പൊ ഇതാണ് എന്താ പറഞ്ഞാൽ ഈ ഒരു സ്ട്രാൻഡ് ആയിട്ട് മാറുന്നത് ഇവരാണ് ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് യൂണിറ്റ് അല്ലേ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത്? ഈ ഒരു ബേസിക് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? നോക്കിക്കേ, ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ഞാൻ അതിന്റെ താഴെ ഒന്നും കൂടെ വരച്ചോട്ടെ. ഒരു 5 കാർബൺ ഷുഗറിനെ ഞാൻ വരച്ചു. അതുപോലെ ഈ ഒരു 5 കാർബൺ ഷുഗറിനെ ഞാൻ വരച്ചു. അതുപോലെ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഞാൻ വരച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു നൈട്രജൻ ബേസിനെ ഞാൻ വരച്ചു. ഇപ്പൊ രണ്ടെണ്ണമായേ. പിന്നെ മുകളിലും കാണാം, മുകളിലും വരാം. ഇതൊരു പെൻറ്റോസ് ഷുഗർ, 5 കാർബൺ ഉള്ള ഒരു ഷുഗറിനെയാണ് ഞാൻ ഈ പെൻറ്റോസ് ഷുഗർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പെൻറ്റോസ് ഷുഗർ, പെൻറ്റഗൺ, 5 സൈഡുള്ള പോളിഗൺ അല്ലേ, അതുപോലെ പെൻറ്റോസ് ഷുഗർ എന്ന് വെച്ചാൽ 5 കാർബൺ ഉള്ള ഒരു ഷുഗർ മോളിക്യൂൾ ആണ് കേട്ടോ. അതാണ് പെൻറ്റോസ് ഷുഗർ എന്ന് ഞാൻ വിളിച്ചത്. അതുപോലെ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ ഇവിടെ നൈട്രജൻ ബേസ് ഉണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ ഇതുപോലെ ഒരുപാട് ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ അടങ്ങിയിരിക്കും. അവരെന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു നൈട്രജൻ ബേസിനെ വിട്ടേക്കൂ, ഇവർ സ്റ്റെപ്സ് ഫോം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു ഏണിപ്പടി പോലെയാണെന്ന് പറഞ്ഞില്ലേ. ഏണിപ്പടിയിൽ 2 റോഡും ഉണ്ട്, നടുക്ക് സ്റ്റെപ്സും ഉണ്ട്. ഈ ഒരു ലൈൻ ഇല്ലേ, ആ ലൈനാണ് ഈ ഒരു ഭാഗമായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു ലൈനാണ് ഈ ഒരു ഭാഗമായിട്ട് മാറുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ ആ സ്ട്രാൻഡിൽ ആരൊക്കെ ഉണ്ട്? സ്ട്രാൻഡ് എന്ന് വിളിക്കാം അല്ലെ. നമുക്ക് ഈ ബ്ലാക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രാൻഡ് എന്ന് വിളിക്കാം. അപ്പൊ ആ സ്ട്രാൻഡ് മെയ്ഡപ്പ് ഓഫ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒരു പെൻറ്റോസ് ഷുഗറും ഉണ്ട്, അതുപോലെ ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. മനസ്സിലാവുന്നു? ഈ ഒരു പെൻറ്റോസ് ഷുഗറും ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. എന്തിലാണ്? ഈ സ്ട്രാൻഡില്. ക്ലിയർ ആണ്? അപ്പോ ഞാനിപ്പോ ഒരു സ്ട്രാൻഡേ വരച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ DNA എത്ര സ്ട്രാൻഡ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ്? ഡബിൾ സ്ട്രാൻഡ് ആണ്. അപ്പൊ എന്തും കാണും. ഇതുപോലെ ഇവിടെയും ഒരു സ്ട്രാൻഡ് ആണ്, ഓപ്പോസിറ്റും ഇതുപോലെ എന്തുണ്ട്? ഒരു സ്ട്രാൻഡ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ചോളണം, അത് ഇതുപോലെയല്ല വരയ്ക്കേണ്ടത്. ആന്റി പാരലൽ ആണ് വരയ്ക്കുന്നത്. തലകുത്തനെ, മലയാളത്തിൽ പറഞ്ഞാൽ തല തിരിഞ്ഞാണ് വരയ്ക്കേണ്ടത്. തല തിരിഞ്ഞ് നോക്കിക്കേടാ, നമ്മൾ വരച്ചതുപോലെ സെയിം സ്ട്രക്ചർ തന്നെയാണ്, പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോ തല തിരിച്ചാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ. അപ്പൊ ഇവിടെ ആയിരിക്കും അതിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരെ. മനസ്സിലാവുന്നു? ഇവിടെ ആയിരിക്കും എന്ത് വരിക? നൈട്രജൻ ബേസ് വരെ. മനസ്സിലാവുന്നു? അതേ ആൾക്കാർ തന്നെയാണ്, അതിന്റെ തല തിരിഞ്ഞായിരിക്കും വരയ്ക്കുക. അത് ആന്റി പാരലൽ ആണ് കേട്ടോ. ആന്റി പാരലൽ എന്ന് വിളിക്കും. ആന്റി പാരലൽ എന്ന് വിളിക്കും കേട്ടോ. 2 സ്ട്രാൻഡ്സ് ഉണ്ട്. അതാണ് ഈ 2 സ്ട്രാൻഡ്സ് കേട്ടോ. 2 സ്ട്രാൻഡ് ആയില്ലേ? 2 സ്ട്രാൻഡ് ആയത് നിങ്ങൾ കണ്ടോ? ഇതൊരു സ്ട്രാൻഡ് ആണ്, ഇത് മറ്റൊരു സ്ട്രാൻഡ് ആണ്. ആ 2 സ്ട്രാൻഡിന്റെയും സ്ട്രക്ചേഴ്സ് കണ്ടോ? ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. ഇത് രണ്ടുമാണ് സ്ട്രാൻഡിന്റെ സ്ട്രക്ചർ.
നടുക്ക് വരുന്ന സ്റ്റെപ്സ് നിങ്ങൾ കണ്ടോ? ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ്. നൈട്രജൻ ബേസ് ആണ്. നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ സ്ട്രാൻഡും സ്റ്റെപ്പും നിങ്ങൾക്ക് മനസ്സിലായി. സ്ട്രാൻഡിൽ ആരൊക്കെയാണുള്ളത്? ഒരു പെൻഡോസ് ഷുഗർ, 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂൾ ആണ് പെൻഡോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും. അവര് ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ട് മറ്റേത് തലതിരിഞ്ഞും ആയിരിക്കും കാണുക. ആന്റി പാരലൽ ആണ് അവർ 2 സ്ട്രാൻഡും പോകുന്നത്. നടുക്കുള്ള സ്റ്റെപ്സിനെയാണ് നമ്മൾ റങ്സ് എന്ന് വിളിക്കുക. റങ്സ്. ആ റങ്സിൽ കാണുന്നത് നൈട്രജൻ ബേസ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ DNA സ്ട്രക്ചറിന്റെ? ഇവിടെ നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡിനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ ഉണ്ട്? ദാ ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഇതിൽ സ്ട്രാൻഡിൽ ആരൊക്കെ വരത്തുള്ളൂ? ഫോസ്ഫേറ്റും പെൻഡോസ് ഷുഗറേ വരത്തുള്ളൂ. നൈട്രജൻ ബേസ് അപ്പൊ എങ്ങോട്ട് പോകും? നമ്മുടെ സ്റ്റെപ്പ് ഫോം ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ നോക്കിക്കേ, ഇതുപോലുള്ളൊരു ഒരുപാട് ന്യൂക്ലിയോടൈഡ് ചേർന്നല്ലേ നമുക്ക് DNA എന്നുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? പോളിന്യൂക്ലിയോടൈഡ് എന്നും വിളിക്കാം. കേട്ടോ? നോക്കിക്കേ ഒന്നും കൂടെ. അപ്പൊ ഈ റെഡ് സ്ട്രാൻഡ് നിങ്ങൾക്ക് കാണാം. ഈ റെഡ് സ്ട്രാൻഡ് മേഡപ്പ് ഓഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. DNA കാണുന്ന സ്റ്റെപ്സ് അഥവാ റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 4 നൈട്രജൻ ബേസ് ചേർന്നിട്ടാണ്. 4 നൈട്രജൻ ബേസ്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓർത്തു വെച്ച് പഠിച്ചോളണം. ഇത് DNA. ഇനി RNA സ്ട്രക്ചർ പഠിക്കുന്നത് മാറി പഠിക്കുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് പഠിക്കാം. DNA കാണുന്ന DNA സ്റ്റെപ്സ് ഫോർമേഷൻ അഥവാ റങ്സിന്റെ ഫോർമേഷൻ സമയത്ത് കാണുന്ന 4 നൈട്രജൻ ബേസ് ഇവരൊക്കെയാണ്. എ എന്ന് വെച്ചാൽ എന്താണ്? അഡിനിൻ. അഡിനിൻ അഡിനിൻ ആണ്. ടി എന്ന് പറയുമ്പോഴത്തേക്കിനും അത് തൈമിൻ. തൈമിൻ ആണ്. ജി എന്ന് പറയുമ്പോൾ അത് ഗ്വാനിൻ ആണ്. ഗ്വാനിൻ. സി എന്ന് പറയുമ്പോൾ എന്താണ്? സൈറ്റോസിൻ ആണ്. മനസ്സിലാവുന്നോ? ഈ 4 നൈട്രജൻ ബേസ് ആണ് എവിടെ കാണുന്നത്? DNA സ്റ്റെപ്സ് ഫോർമേഷൻ അഥവാ റങ്സിന്റെ ഫോർമേഷനിൽ കാണുന്നത്. ക്ലിയർ ആണ്? അപ്പോ 2 സ്ട്രാൻഡ് മേഡപ്പ് ഓഫ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അതിന്റെ 2 സ്ട്രാൻഡിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സ്റ്റെപ്സിന്റെയും കമ്പോണൻസ് എന്താണെന്ന് മനസ്സിലായി. അപ്പോ സ്ട്രാൻഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു പെൻഡോസ് ഷുഗർ, 5 കാർബൺ അടങ്ങിയ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്. പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ സ്റ്റെപ്സ് ഫോർമേഷൻ നടക്കുമ്പോൾ അതിലുള്ളത് നൈട്രജൻ ബേസ് ആണ്. 4ഉം ഒരിടത്ത് കാണുന്നല്ല, ഓരോന്നോരോന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നോക്കിക്കേ, ഇത് നമ്മുടെ ഒന്നാമത്തെ സ്ട്രാൻഡ് ആണ്. ആ സ്ട്രാൻഡ് സ്റ്റെപ്പിൽ നോക്കിക്കേ, ആദ്യത്തെ ആള് ഗ്വാനിൻ ആണ്, രണ്ടാമത്തെ ആള് അഡിനിൻ ആണ്, മൂന്നാമത്തെ ആള് അഡിനിൻ തന്നെയാണ്, നാലാമത്തെ ആള് സൈറ്റോസിൻ, അഞ്ചാമത്തെ ആള് അഡിനിൻ ആണ്, തൈമിൻ. അങ്ങനെ ഓരോടത്തും ഓരോരോ ആൾക്കാരെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. 4 പേരും കൂടെ ഒരിടത്ത് കാണാൻ വേണ്ടി പറ്റില്ല. ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു നൈട്രജൻ ബേസേ ഉള്ളൂ. മനസ്സിലാക്കാം. അടുത്ത ന്യൂക്ലിയോടൈഡിലായിരിക്കും അടുത്ത ബേസ് വരിക. ഇതിനെ പെയർ ചെയ്യാൻ രണ്ടാമത്തെ സ്ട്രാൻഡിൽ ആൾക്കാരുണ്ടാവും ഇതുപോലെ നൈട്രജൻ ബേസ്. അതും ആരായിരിക്കാം? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറയുന്നത്? ശരി. ഈ ഒരു സ്ട്രാൻഡില് ഒരു ടൈപ്പ് സ്റ്റെപ്പ് നമ്മൾ ഫോം ചെയ്തു. നമ്മൾ പറഞ്ഞു അപ്പുറത്തും ഒരു ടൈപ്പ് സ്റ്റെപ്പ് നമ്മൾ ഫോം ചെയ്തു. ഇതുപോലെ അപ്പുറത്തും 2 സൈഡിലും എന്തുണ്ട്? സ്ട്രാൻഡും ബേസും ഉണ്ട്, ന്യൂക്ലിയോടൈഡും ഉണ്ട്. ഇവിടെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അത് മാത്രമല്ല, തോന്നിയതുപോലെ ഇവര് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാറില്ല. അതായത് അഡിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാൻ ഓൾവേസ് പെയർസ് അപ്പ് വിത്ത് സൈറ്റോസിൻ. ATGC എന്ന് പഠിച്ചാൽ മതി. ATGC. ഞാൻ ഈ സ്റ്റാൻഡിന് സെപ്പറേറ്റ് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ജി ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ. കണ്ടോ? അഡിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ. അഡിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ. അതാണ് രണ്ടാമതും കൊടുത്തേക്കുന്നത്. സൈറ്റോസിൻ ഗ്വാനുമായിട്ട് പെയർ ചെയ്യത്തുള്ളൂ. അഡിനിൻ പിന്നെയും തൈമിനായിട്ടേ ചെയ്യത്തുള്ളൂ. തൈമിൻ ഓൾവേസ് പെയർസ് വിത്ത് അഡിനിൻ. അപ്പോൾ ATGC നിങ്ങൾ മറന്നു പോകരുത്. AT അതുപോലെ തന്നെയാണ് GC. ATGC. അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ, ഗ്വാൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ. എന്തായിരുന്നു ATGC എന്ന് പറയുന്നത്? എന്തായിരുന്നു? നൈട്രജൻ ബേസ് ആണ് കേട്ടോ. DNA കാണുന്ന 4 നൈട്രജൻ ബേസസ് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ATGC. AT എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ. GC എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്വാൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ എന്നുള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഇവർ തമ്മിലൊരു പെയറിംഗ് ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനിൽ പ്രത്യേകതയും കൂടെ ഉണ്ട്. അഡിനിനും തൈമിനും തമ്മിൽ ഒരു ഡബിൾ ബോണ്ടേ എപ്പോഴും ഫോം ചെയ്യത്തുള്ളൂ. അഡിനും തൈമിനും തമ്മിൽ എപ്പോഴും ഡബിൾ ബോണ്ടേ ഫോം ചെയ്യത്തുള്ളൂ. എന്നാൽ ഗ്വാനും സൈറ്റോസിനും നമ്മൾ എത്ര ബോണ്ട് ഫോം ചെയ്യും? ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. 3 ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഇവർ തമ്മിൽ ഫോം ചെയ്യും. ക്ലിയർ ആണോ? നൈട്രജൻ ബേസ് എന്ന് വിളിക്കാൻ കാരണം വേറൊന്നുമല്ല, ഈ ഒരു കോമ്പൗണ്ട് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് അകത്ത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന ഈ 4 പേർക്കും നൈട്രജൻ കണ്ടെയ്നിങ് ആയതുകൊണ്ടാണ് നൈട്രജൻ ബേസ് എന്ന് വിളിക്കുക കേട്ടോ. ക്ലിയർ ആണോ പറയുന്നത്? നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം സ്ട്രാൻഡിൽ ആരൊക്കെയാ ഉള്ളത്? ഒരു പെൻഡോസ് ഷുഗറും ഫോസ്ഫേറ്റ്.
ഇത് ഒരു ന്യൂക്ലിയോടൈഡ് ആയോ ആയിട്ടില്ല കേട്ടോ. ഒരു നൈട്രജൻ ബേസും കൂടെ വന്നാലേ അതൊരു ന്യൂക്ലിയോടൈഡ് ആവുള്ളൂ. പക്ഷെ സ്ട്രാൻഡിന് നമുക്ക് ഇപ്പം ന്യൂക്ലിയോടൈഡ് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇത് മായ്ക്കുവാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ട്രാൻഡിന്റെ ആദ്യത്തെ ആളെ ഞാൻ വരച്ചു. അടുത്ത ആൾ ഇങ്ങനെ ഇരിക്കുവാണ്, രണ്ടാമത്തെ പെൻറ്റോസ് ഷുഗർ, അടുത്തൊരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഓക്കെ, അടുത്തൊരു പെൻറ്റോസ് ഷുഗർ, അടുത്ത ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഇവിടെ ഞാൻ വരച്ചു. 3 പേരെയാണ് ഞാൻ വരച്ചത്. 3 പേരെ ഞാൻ വരച്ചു. അടുത്ത് ഇപ്പുറത്താണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്, ഒന്നാമത്തെ സ്ട്രാൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ആന്റി പാരലൽ ആയിട്ടുള്ള സ്ട്രാൻഡ് ഇങ്ങനെ വരയ്ക്കുവാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഒന്നാമത്തെ ആള് രണ്ടാമത്തെ പെൻറ്റോസ് ഷുഗർ വരച്ചു, ഫോസ്ഫേറ്റ് വരച്ചു. മൂന്നാമത്തെ പെൻറ്റോസ് ഷുഗറിനെ വരയ്ക്കുവാണ്. മൂന്നാമത്തെ പെൻറ്റോസ് ഷുഗറിനെ ഞാൻ വരച്ചു, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ വരച്ചു. അപ്പോൾ 2 സ്ട്രാൻഡും റെഡി ആയിട്ടുണ്ട്. ഇവർ കണക്റ്റഡ് ആണ് കേട്ടോ, ഇവർ കണക്റ്റഡ് ആണ്. 2 സ്ട്രാൻഡ് ഞാനിപ്പോൾ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഇതിന്റെ 2 സ്ട്രാൻഡ് ഓക്കെ ആയി. ഇനി ഞാൻ സ്റ്റെപ്സ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യം വരയ്ക്കുന്ന നൈട്രജൻ ബേസ് ഇവിടെ അഡിനിനാണ്. അഡിനിൻ വരച്ചു. രണ്ടാമത്തെ നൈട്രജൻ ബേസ് ഞാനിവിടെ തൈമിനാണ് വരച്ചത്. മൂന്നാമത്തെ നൈട്രജൻ ബേസ് ഞാനിവിടെ ഗ്വാനിനാണ് വരച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു പെൻറ്റോസ് ഷുഗർ, ഒരു നൈട്രജൻ ബേസ്, ഇത്രയും കൂടെ എന്തായി? ഒരു ന്യൂക്ലിയോടൈഡ് ആയി. മറ്റൊരു ന്യൂക്ലിയോടൈഡ് ആയി. അപ്പൊ 3 ന്യൂക്ലിയോടൈഡ് ആണ് ഞാനിവിടെ വരച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ, 3 ന്യൂക്ലിയോടൈഡ് വീതമാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇപ്പുറത്തെ ഭാഗത്തും എന്തുണ്ട്? ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ന്യൂക്ലിയോ. ഓക്കെ, 3 ന്യൂക്ലിയോടൈഡ് ഈ ഭാഗത്ത് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, അഡിനിൻ നൈട്രജൻ ബേസ് വന്ന സ്ഥിതിക്ക് അഡിൻ ഓൾവേസ് പേസ് വിത്ത് ആരായിരിക്കും? തൈമിൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തേ വരത്തുള്ളൂ? തൈമിൻ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഇവിടെ തൈമിനെ വരത്തുള്ളൂ. അഡിനും തൈമിനും എത്ര ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും? 2 ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. 2 ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. മനസ്സിലാവുന്നു? ഇനി ഇവിടെ ഞാൻ വരച്ചത് തൈമിനാണ്. രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് ഇവിടെ ഞാൻ തൈമിൻ വരച്ചു. സോ ഞാനിവിടെ അപ്പോൾ ആരെ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ? തൈമിൻ ഓൾവേസ് പേസ് വിത്ത് അഡിനിനെ മാത്രമേ എനിക്ക് ഇവിടെ വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. DNA എപ്പോഴും അങ്ങനെ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ബോണ്ട് ഏതായിരുന്നു? ഹൈഡ്രജൻ ബോണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അഡിനും തൈമിനും തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട് എത്ര ബോണ്ട് തന്നെയാണ്? 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഇവർ തമ്മിൽ ഫോം ചെയ്യുക. 2 ഹൈഡ്രജൻ ബോണ്ടായിരിക്കും ഇവർ തമ്മിൽ ഫോം ചെയ്യുക. അടുത്ത് ഞാൻ വരച്ചേക്കുന്നത് ഗ്വാനിൻ എന്നുള്ള നൈട്രജൻ ബേസിനെയാണ്. അപ്പൊ ഇപ്പോഴത്തെ എനിക്ക് ആരെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ? സൈറ്റോസിനെ മാത്രമേ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സൈറ്റോസിനും ഗ്വാനും തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട് ഏതാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. 3 ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുക. മനസ്സിലാവുന്നു? റഫായ DNA സ്ട്രക്ചർ ഞാൻ വരയ്ക്കുവാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ശ്രദ്ധിച്ചിടാം. നമ്മൾ പറഞ്ഞു DNA എന്ന് പറയുമ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. ഈ ഡിയോക്സി എന്നുള്ള പേര് എങ്ങനെ വന്നു? മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും മനസ്സിലാക്കി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പെൻറ്റോസ് ഷുഗർ ആണ്. 5 കാർബൺ ഒരു പെൻറ്റോസ് ഷുഗർ ആണ്. ഇതിന്റെ ഒന്നാമത്തെ കാർബൺ ഇങ്ങനെ വരും, ഇവിടെ വരും. രണ്ടാമത്തെ കാർബൺ ഇവിടെ വരും. മൂന്നാമത്തെ കാർബൺ ഇവിടെ വരും. നാലാമത്തെ കാർബൺ ഇവിടെ വരും. അഞ്ചാമത്തെ കാർബൺ ഇവിടെ വരുന്നതാണ്. അങ്ങനെ 5 കാർബൺ ഒരു കോമ്പൗണ്ട് ആണ് ഈ കൊടുത്തേക്കുന്നത്. അല്ല, രണ്ടാമത്തെ കാർബണിൽ എന്തില്ല? ഓക്സിജൻ കാണത്തില്ല. എന്ത് മാത്രമേ കാണത്തുള്ളൂ? ഹൈഡ്രജൻ മാത്രമേ കാണത്തുള്ളൂ. അതാണ് ഓക്സിജൻ ഇല്ല. ഡിയോക്സി. റൈബോ വരാൻ കാരണം 5 കാർബൺ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇതൊരു ന്യൂക്ലിക് ആസിഡ് മോളിക്യൂൾ ആണ്. ഇത്രയാണ്. ക്ലിയർ ആണോ പറയുന്നത്? ഇതിന്റെ ഒന്നാമത്തെ കാർബണിലാണ് നൈട്രജൻ ബേസിന് അറ്റാച്ച് ചെയ്തേക്കുന്നത്. 5ാമത്തെ കാർബണിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കൂടെ അത് കാര്യങ്ങൾ ക്ലിയർ ആവും. നോക്കാം. കമ്പോസ്റ്റ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റും കൂടെ ചേർന്നാണ് സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലാണോ? അതുപോലെ റങ്സ് ആർ ഫോംഡ് ബൈ ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. റങ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ സ്റ്റെപ്സ് തന്നെയാണ് ഈ റങ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. റങ്സ് എന്ത് തന്നെയാണ്? സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് തന്നെയാണ്? പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസിന്റെ പെയറിംഗ് കാരണമാണ് ആ സ്റ്റെപ്സ് ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാണ് നൈട്രജൻ ബേസ്? ഇമ്പോർട്ടന്റ് ആണ്, കാണാതെ പഠിച്ചു വെച്ചോളണം. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആണ് DNA കാണുന്ന 4 നൈട്രജൻ ബേസസ്. മറന്നു പോകരുതേ. അതുപോലെ അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ. ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ. ഈ 2, 3 വരെ ഞാൻ ചുമ്മാ ഇട്ടതല്ല. അഡിനിന് തൈമിനായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ഗ്വാനിന് സൈറ്റോസിനായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നത് 3 ഹൈഡ്രജൻ ബോണ്ടാണ്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ഇവിടെ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്.
ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, പെൻഡോസ് ഷുഗർ ഉണ്ട്, അതുപോലെ നൈട്രജൻ ബേസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ന്യൂക്ലിയോടൈഡ് നോക്കിക്കേ. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA, ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഡിയോക്സിറൈബോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ്. അപ്പൊ ന്യൂക്ലിയോടൈഡ് ചോദിക്കാൻ കേട്ടോ. എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ആണ്. അതിൽ ആരൊക്കെ ഉണ്ട്? ഒരു പെൻഡോസ് ഷുഗർ, 5 കാർബൺ ഉള്ള ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട്. അത് ഡിയോക്സിറൈബോസ് ആണെന്നും കൂടെ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കാം. അതായത് രണ്ടാമത്തെ കാർബൺ അതിന് ഓക്സിജൻ ഇല്ല, ഡിയോക്സിറൈബോസ് ആണെന്നും കൂടെ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കാം. പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇത് കൂടാതെ ഒരു നൈട്രജൻ ബേസും കൂടെ ഉണ്ട്. ഇത്രയും ചേരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുക? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറാം. ഈ ന്യൂക്ലിയോടൈഡ് ചേർന്നാണ് DNA ഉണ്ടാകുന്നത്. സോ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്തായിട്ട് നമുക്ക് പറയാം? ന്യൂക്ലിയോടൈഡ് ആണെന്ന് പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്താണെന്ന് ചോദിക്കും. അപ്പൊ എന്ത് എഴുതണം? ന്യൂക്ലിയോടൈഡ് ആണെന്ന് എഴുതണം. അല്ല കമ്പോണൻസ് ആരൊക്കെയാണെന്ന് അറിയാലോ. ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസും ഉണ്ട്. Okay, phosphate group participate in the formation of bond that link nucleotide together. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ന്യൂക്ലിയോടൈഡ് ഇരുന്നാൽ മാത്രം പോരാ, അവർ തമ്മിൽ ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. സോ സ്ട്രാൻഡ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ ഫോസ്ഫേറ്റ് ആണ്. ഇനി ഡിയോക്സിറൈബോസ് ആണ്, 5 കാർബൺ ഒരു ഷുഗർ ആണ് ഡിയോക്സിറൈബോസ്. നൈട്രജൻ ബേസ് നോക്കിയേ, നൈട്രജൻ ബേസ് നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഈ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ ഈ 4 കമ്പോണന്റും എന്തുണ്ട്? നൈട്രജൻ കണ്ടെയ്നിങ് ആണ്. സോ ദേ ആർ നോൺ ആസ് നൈട്രജൻ ബേസസ്. മറക്കരുത്. അപ്പൊ ഇനിഷ്യലി ഉള്ള DNA സ്ട്രക്ചർ എന്താണ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലോണം പഠിക്കണം കേട്ടോ. സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയോടൈഡും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. നൈട്രജൻ ബേസും പെയറിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ പരീക്ഷയ്ക്ക്. നോക്കിക്കേ, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ ഒന്ന് ജസ്റ്റ് നമുക്ക് വരുവാണെങ്കിൽ ഇത്രയും കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. DNA ഹാസ് 2 സ്ട്രാൻഡ്, 2 സ്ട്രാൻഡ് ഉണ്ട് DNAക്ക്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ന്യൂക്ലിയോടൈഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കാം. ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റിംഗ് ഓഫ് 3 പാർട്സ്. ഏതൊക്കെയാണ്? ഡിയോക്സിറൈബോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. എത്ര നൈട്രജൻ ബേസ് ഉണ്ട്? 4 നൈട്രജൻ ബേസ് ഉണ്ട് അല്ലേ? ആരൊക്കെയാണ്? അതൊന്നും കൂടെ ഞാൻ പറയുവാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിനും ആണ്. ആൻഡ് അഡിനിൻ ഓൾവേസ് ഹാവ് 2 hydrogen bond with the thymine. Guan ആണെങ്കിൽ അത് എത്രയായിരിക്കും? 3 hydrogen bond with the cytosine. മറന്നു പോകരുത് കേട്ടോ. ശരി, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള വർക്ക്ഷീറ്റ് 1.1 ആണ്. ഇത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. എത്ര സ്ട്രാൻഡ്സ് ഉണ്ട് DNAക്ക്? 2 സ്ട്രാൻഡ്സ് ഉള്ളത്. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് സ്ട്രാൻഡ്. സ്ട്രാൻഡ് ഉണ്ടാക്കാൻ ഏതൊക്കെ മോളിക്യൂൾസ് ആണ് വേണ്ടത്? സ്ട്രാൻഡ് ഉണ്ടാക്കാൻ ഏതൊക്കെ മോളിക്യൂൾസ് നമുക്ക് വേണ്ടത്? സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പെൻഡോസ് ഷുഗറും വേണം, പെൻഡോസ് ഷുഗറും വേണം, അതുപോലെ ഫോസ്ഫേറ്റും വേണം, ഫോസ്ഫേറ്റും വേണം. പെൻഡോസ് ഷുഗർ അഥവാ ഡിയോക്സിറൈബോസ് ഷുഗർ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ രണ്ടും ശരി തന്നെയാണ്. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് റങ്സ്. സ്റ്റെപ്സ് ഉണ്ടാക്കാൻ നമുക്ക് ആരാണ് വേണ്ടത്? പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസ് അല്ലേ വേണ്ടത്? നൈട്രജൻ ബേസ് നൈട്രജൻ ബേസ് ആണ് നമുക്ക് എന്തിനു വേണ്ടത്? സ്റ്റെപ്സ് ഉണ്ടാക്കാൻ വേണ്ടത്. ഏതൊക്കെ നൈട്രജൻ ബേസ് ആണ് പിന്നും ഞാൻ പറയുന്നില്ല, ഓർത്തോളാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസ് ആണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അവരുടെ പെയറിംഗ്, ബേസ് പെയറിംഗ് റൂൾ ചോദിക്കും. അഡിനിൻ, തൈമിൻ, ATGC ഓർത്താൽ മതി. ഫോർമേഷൻ ഓഫ് റങ്സ് എങ്ങനെയാണ്? സ്റ്റെപ്സ് എങ്ങനെയാണ് ഉണ്ടായത്? ബൈ ദ ഹൈഡ്രജൻ ഫോർമേഷൻ വഴിയാണ്. ഹൈഡ്രജൻ ഫോർമേഷൻ, ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ ബിറ്റ്വീൻ, ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ വഴിയാണ്. ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് എന്തുണ്ടാക്കുന്നത്? റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നൈട്രജൻ ബേസിനുള്ള ഹൈഡ്രജൻ ബോണ്ട് വഴി. മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ് നമുക്കറിയാലോ, ATGC. GC ആണ് ബേസ് പെയറിംഗ് റൂള്. മോളിക്യൂൾസ് ഇൻ ന്യൂക്ലിയോടൈഡ് ആരൊക്കെയാണ്? ഡിയോക്സിറൈബോസ് ഷുഗർ, ഡിയോക്സിറൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഇത്രയാവുമ്പോൾ ന്യൂക്ലിയോടൈഡ് 3 കമ്പോണൻസ് ക്ലിയർ ആണ്. ഈ ടേബിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ശരി, നോക്കിക്കാം. ഒരു 1-2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഹൗ ഡസ് നോർമൽ ഷുഗർ ഡിഫറെന്റ് ഫ്രം ഷുഗർ മോളിക്യൂൾ? നമ്മളിപ്പോ പറഞ്ഞില്ലായിരുന്നോ, പെൻഡോസ് ഷുഗർ, ഡിയോക്സിറൈബോസ് ഷുഗർ ആണ് DNA കാണുന്നത് നമ്മൾ പറഞ്ഞു. 5 കാർബൺ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ ഷുഗർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗറിന്റെ മോളിക്യൂൾ നിങ്ങൾക്ക് അറിയാമോ? മോളിക്കുലർ ഫോമിൽ നിങ്ങൾക്ക് അറിയാമോ? മോളിക്കുലർ ഫോമിൽ നിങ്ങൾക്ക് അറിയാമോ? C12H22O11 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോളിസാക്കറൈഡ്, ഡൈസാക്കറൈഡ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ പഠിക്കും 5 കാർബൺ ഉള്ളത്, 6 കാർബൺ ഉള്ളത്. നോർമലി ഇവരൊക്കെ എഴുതുന്നത് സ്ട്രെയിറ്റ് ലീനിയർ സ്ട്രക്ചർ. നിങ്ങൾ വലുതാകുമ്പോൾ പഠിക്കും, കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് പെൻഡോസ്, അതായത് 5 കാർബൺ ആയാലും 6 കാർബൺ എപ്പോഴും എഴുതുന്നത് 5 കാർബൺ ആണെങ്കിൽ 1 2 3
4 5 ഇങ്ങനെ ആയിരിക്കും. 6 കാർബൺ ആണെങ്കിൽ ഗ്ലൂക്കോസ് 6 കാർബൺ അല്ലേ, ഗ്ലൂക്കോസിന് 6 കാർബൺ അല്ല, നമ്മൾ എങ്ങനെ എഴുതാം 1 2 3 4 5 6. ഇതിന്റെ വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യും, ഓക്സിജൻ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എഴുതാം. സോ ഈ ഒരു ലീനിയർ സ്ട്രക്ചറിനെ നമ്മൾ എന്താക്കി വെച്ചേക്കുവാണ്, ഒരു റിംഗ് സ്ട്രക്ചർ ആയിട്ട് വെച്ചേക്കുവാണ് നമ്മൾ ഇവിടെ DNA ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. നമ്മുടെ ടേബിൾ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും അടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് 5 കാർബൺ അടങ്ങിയ ഒരു ഷുഗർ മോളിക്യൂൾ ആണ്, ഒരു റൈബോസ് ഷുഗർ മോളിക്യൂൾ ആണെന്നാണ് പറയുന്നത്. നോക്കിക്കേ, നോർമൽ ഷുഗർ ടിപ്പിക്കലി സൂക്രോസ് ഈസ് എ ഡൈസാക്കർഡ് മേഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, വേറെ ഷുഗർ മോളിക്യൂൾസ് ഇൻ DNA ഈസ് എ ഡിയോക്സി റൈബോസ് പെൻഡോസ് ഷുഗർ ആണ്. അവിടെ ഉപയോഗിക്കുന്ന 2 ഷുഗറിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ കഴിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ഒരാളെ ഉള്ളൂ, ഒരു റൈബോസ് 5 കാർബണുള്ള ഒരാൾ മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സോ അതിന്റെ നമ്മുടെ ഉപയോഗിക്കുന്ന റൈബോസിന്റെ ലീനിയർ സ്ട്രക്ചർ ആണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. ആ ലീനിയർ സ്ട്രക്ചർ നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുന്നത്, ഇതൊരു റിംഗ് സ്ട്രക്ചർ ആയിട്ട് മാറ്റിയിരിക്കുന്നത്, റിംഗ് സ്ട്രക്ചർ മാറ്റിയിരിക്കുന്നത്. ഈ റിംഗ് ഫോമിലാണ് നമ്മുടെ DNA അത് കാണപ്പെടുന്നത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു, ജീൻ ആദ്യം തുടങ്ങിയാണ്. ആ കുട്ടിയുടെ ഡൗട്ട് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് കാണാൻ പറ്റാത്ത ജീനിനകത്ത് ഇത്രയും എഡിറ്റിംഗ് മെത്തേഡ് പോസിബിൾ ആവുക. നമ്മൾ ആദ്യം DNA എന്താണെന്ന് പഠിച്ചു. ഇനി DNAയുടെ സൈസ് നമ്മൾ നോക്കുകയാണ്, സൈസ് ഓഫ് DNA. നോക്കിക്കേടാ, നമ്മളിങ്ങനെ വരയ്ക്കാറില്ലേ, ക്രോമസോം വരയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാറുണ്ടല്ലോ. ആ ഒരു ക്രോമസോം എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ ഒരു ക്രോമസോമിനകത്ത് 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്ററോളം DNA കാണാറുണ്ട്. ഒരു മനുഷ്യന് എത്ര ക്രോമസോം ഉണ്ട്, ഒരു മനുഷ്യന്റെ ഒരു സെല്ലിനകത്ത്, അതിന്റെ ന്യൂക്ലിയസിനകത്ത് ഒരു മനുഷ്യന് എത്ര ക്രോമസോം ഉണ്ടെന്ന് അറിയാമോ? 46 ക്രോമസോം ആണ് ഉള്ളത് കേട്ടോ. 46 ക്രോമസോം ഉണ്ട് കേട്ടോ. അതിൽ ഒരു ക്രോമസോമിന്റെ കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. എത്ര ഇഞ്ച്? 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്റർ ആണ് ഒരു ക്രോമസോമിൽ കാണുന്നത്. ഇനി ഒരു സെല്ലിനകത്തുള്ള എല്ലാ ക്രോമസോമും കൂടെ എടുക്കുവാണെങ്കിൽ, ഒരു സെല്ലിനകത്തുള്ള 46 ക്രോമസോമും കൂടെ എടുക്കുവാണെങ്കിൽ അത് ഏകദേശം ഒരു 2 മീറ്ററോളം വരും, ഒരു 2 മീറ്ററോളം വരും. ഇനി ഇതുപോലെ കോടാനുകോടി 1,00,000 കോടിയോളം സെൽസ് നമ്മുടെ ബോഡിക്കകത്തുണ്ട്. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 67 ബില്യൺ മൈൽസ് എന്നാണ് എഴുതിയേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇനഫ് ടു റാപ്പ് അറൌണ്ട് ദ എർത്ത് ഓവർ 2 മില്യൺ ടൈംസ്. ഇത്രയും വലിയ, ഇത്രയും ലെങ്തി ആയിട്ടുള്ള, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള എർത്തിനെ 2 മില്യൺ ടൈംസ് ചുറ്റാനുള്ള അത്രയും നീളം നമ്മുടെ DNA, നമ്മുടെ ബോഡിക്കകത്തുള്ള DNA എല്ലാം കൂടെ ചുറ്റി വെച്ചാൽ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ലെങ്തി DNA എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റാത്ത സെല്ലിനകത്ത്, ന്യൂക്ലിയസിന്റെ അകത്ത് വെച്ചേക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? പഠിക്കണം. ഇങ്ങനെ നമുക്ക് നോക്കാം.